തെരഞ്ഞെടുപ്പ് വിശേഷങ്ങൾ പ്രത്യേകമായി സമഗ്രമായി അവതരിപ്പിക്കപ്പെടുമ്പോൾ ഏറ്റവും പ്രധാനമായിട്ട് ഇന്ന് രാഷ്ട്രീയ കേരളം ചർച്ച ചെയ്തത് എം.പി. വീരേന്ദ്രകുമാറിന്റെ ഇരുൾ പരക്കുന്ന കാലം എന്ന പുസ്തകം പ്രകാശനം ചെയ്തുകൊണ്ട് CPIM പോളിറ്റ് ബ്യൂറോ അംഗം പിണറായി വിജയൻ പറഞ്ഞ വാക്കുകൾ. വീരേന്ദ്രകുമാറുമായി ഭാവിയിൽ യോജിച്ച് പ്രവർത്തിക്കാൻ തടസ്സങ്ങളില്ലെന്നാണ് പിണറായി വിജയൻ പറഞ്ഞത്. പിണറായി വിജയന്റെ വാക്കുകളിലേക്ക്. വീരേന്ദ്രകുമാറിനോട് എനിക്ക് വ്യക്തിപരമായി ഒരുവിധ ശത്രുതയുമില്ല എന്നത് ആദ്യമേ തന്നെ വ്യക്തമാക്കട്ടെ. അദ്ദേഹത്തിന് എന്നോടും അങ്ങനെ തന്നെയാണ് എന്നതാണ് എൻ്റെ ഉറച്ച ധാരണ. വിയോജിപ്പുണ്ട്, അത് വ്യക്തിപരമല്ല, രാഷ്ട്രീയത്തിലുള്ളതാണ്. അദ്ദേഹം LDF വിട്ട് UDF പോയപ്പോൾ സ്വാഭാവികമായും അതിനെ രാഷ്ട്രീയമായി വിമർശിക്കുന്ന നില സ്വീകരിച്ചിട്ടുണ്ട്. അതിൽ വ്യക്തിപരമായി ഒന്നുമില്ല. നാളെ ഒരുമിച്ച് നിന്ന് പൊരുതുന്നതിന് ഇതൊന്നും ഒരു തടസ്സവുമല്ല. കമ്മ്യൂണിസ്റ്റുകാരും സോഷ്യലിസ്റ്റുകാരും യോജിച്ചും വിയോജിച്ചും ഇന്ത്യൻ രാഷ്ട്രീയ രംഗത്ത് നീങ്ങിയിട്ടുണ്ട്. സോഷ്യലിസ്റ്റുകാരുമായുള്ള വിയോജിപ്പ് നിലനിൽക്കെ തന്നെ കമ്മ്യൂണിസ്റ്റുകാരോടൊപ്പം സോഷ്യലിസ്റ്റുകാരും സോഷ്യലിസ്റ്റുകാരോടൊപ്പം കമ്മ്യൂണിസ്റ്റുകാരും ഒന്നായി നിന്നുകൊണ്ട് പൊരുതിയിട്ടുമുണ്ട്. അപ്പോൾ സോഷ്യലിസ്റ്റുകാരുടെ സ്വാഭാവിക സ്ഥാനം എവിടെയാണ്? അത് ഇടതുപക്ഷത്താണ്. BJPയെ താക്കീത് ചെയ്ത് NSS ജനറൽ സെക്രട്ടറി സുകുമാരൻ നായർ NSSനെ കാവി പുതപ്പിക്കാൻ ശ്രമിക്കേണ്ടെന്നാണ് സുകുമാരൻ നായർ BJPയെ ഓർമ്മിപ്പിച്ചത്. ഞാനൊരു പച്ചയ്ക്ക് പറയാം, ഞാൻ ഇവിടുത്തെ UDFന്റെ ആളുകൾ NSSനെ സമീപിക്കുന്നത് NSSൽ പ്രവർത്തിക്കുന്ന നായർ അവരുടെ കൂട്ടത്തിലുണ്ടെങ്കിൽ അവർക്ക് NSSൽ പ്രവർത്തിക്കുവാനുള്ള അനുമതി കൊടുത്തിട്ടുണ്ട്. NSS അവർക്കും കൊടുത്തിട്ടുണ്ട്. ഒരു പരിധിവരെ ഈ അടുത്ത കാലം വരെ ഇടതുപക്ഷക്കാർ അല്പം അകന്നു നിന്നിട്ടുണ്ടായിരുന്നെങ്കിൽ അവരും ഇപ്പൊ കാര്യം മനസ്സിലാക്കി അവരിൽപ്പെട്ട ആളുകൾ നായന്മാർ NSSൽ ആത്മാർത്ഥമായി പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ അവർ തടസ്സപ്പെടുത്തുന്നില്ല, നമുക്കും തടസ്സമില്ല. എനിക്ക് എന്റെ BJP സഹോദരങ്ങളോട് പറയാനുള്ളത്, അവരെ ഒന്ന് കണ്ടു പഠിക്കണം എന്നാണ് പറയാനുള്ളത്. മലപ്പുറം മണ്ഡലത്തിന്റെ സമഗ്രമായ വിശകലനം, ആ വിശകലനത്തിൽ ആദ്യമായി മലപ്പുറം മണ്ഡലത്തിലെ ഏതു തരത്തിൽ അവതരിപ്പിക്കും എന്ന് പറയുമ്പോൾ 2011 മലപ്പുറം മണ്ഡലത്തിൽ പോൾ ചെയ്ത വോട്ടുകൾ 1,22,245. 2011 പോളിംഗ് ശതമാനം 72.91%. യെസ്, അതോടൊപ്പം തന്നെ കഴിഞ്ഞ പ്രാവശ്യം വിജയിച്ച ആൾ വിജയി P. ഉബൈദുള്ള മുസ്ലിം ലീഗിന്റെ സ്ഥാനാർത്ഥിയായിരുന്നു. വോട്ട് 77,928. അദ്ദേഹത്തിന്റെ ഭൂരിപക്ഷം 44,508. ഏറ്റവും പ്രമുഖരായി 2011 മത്സരിച്ചത് മഠത്തിൽ സാദിഖ് അലി JDS, അദ്ദേഹത്തിന്റെ വോട്ട് 33,420. സാദിഖ് നടുത്തൊടി SDPI, അദ്ദേഹത്തിന്റെ വോട്ട് 3,968. K. വേലായുധൻ, അതോടൊപ്പം K. വേലായുധൻ BJP. ശതമാനം നോക്കുകയാണെങ്കിൽ 63.75% P. ഉബൈദുള്ള, മഠത്തിൽ സാദിഖ് അലി 27.34%, സാദിഖ് നടുത്തലി 3.25%, K. വേലായുധൻ 3.14% വോട്ടും കഴിഞ്ഞ പ്രാവശ്യം സ്വന്തമാക്കുകയുണ്ടായി. ഇതുമായി ബന്ധപ്പെട്ട് അടിസ്ഥാന സൗകര്യങ്ങളും വികസനത്തിന്റെയും കാര്യത്തിൽ മലപ്പുറത്തിന്റെ അവസ്ഥയെന്ത്? KT സ്വാലിക്. അടിസ്ഥാന സൗകര്യങ്ങളിലും വികസനത്തിലും ഒരുപാട് പുറകിലാണ് അരനൂറ്റാണ്ടിലേറെക്കാലം മുസ്ലിം ലീഗ് പ്രതിനിധീകരിച്ച മലപ്പുറം നിയോജക മണ്ഡലം. മുടങ്ങിപ്പോയതും തുടങ്ങാതിരുന്നതുമാണ് ജില്ലാ ആസ്ഥാനം ഉൾപ്പെടുന്ന മണ്ഡലത്തിൽ വാഗ്ദാനം ചെയ്ത പ്രധാന പദ്ധതികളെല്ലാം. യെസ്, ഏതു തരത്തിലാണ് വിവിധ നേതാക്കൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പ്രതികരിച്ചത്?
11 നിലയുള്ള ഷോപ്പിംഗ് കോംപ്ലക്സ്, 100 ബസ്സുകൾക്ക് നിർത്തിയിടാൻ സൗകര്യം. ഇങ്ങനെ 7 വർഷം മുമ്പ് പ്രഖ്യാപിച്ച മലപ്പുറത്തെ KSRTC ബസ് ടെർമിനൽ കം ഷോപ്പിംഗ് കോംപ്ലക്സ് ആണിത്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കാലത്തെ പ്രധാന വാഗ്ദാനം ഇങ്ങനെ പൊരിവെയിലിൽ കിടക്കുന്നു. ഇതാണ് താലൂക്ക് ആശുപത്രി. ഇവിടെ എത്ര ഡോക്ടർമാരുണ്ട്? നല്ലൊരു കെട്ടിടമോ ശൗചാലയമോ ഇവിടെയുണ്ടോ? കിൻഫ്ര പാർക്ക് എവിടെ പോയി? പകരം കൊട്ടിഘോഷിച്ചു വന്ന ഇഫ്ലു ക്യാമ്പസ് ഇപ്പോൾ എവിടെയാണുള്ളത്? നഗരത്തിലെ ഈ ഗതാഗതക്കുരുക്ക് ഒഴിവാക്കാനായി വാഗ്ദാനം ചെയ്ത ബൈപ്പാസിന് തടസ്സമെന്തായിരുന്നു? കോട്ടപ്പടി സ്റ്റേഡിയത്തിൽ വാഗ്ദാനം ചെയ്ത ഫ്ലഡ് ലൈറ്റുകൾ ഇനിയും എത്താത്തതെന്താണ്? കോട്ടക്കുന്ന് പാർക്കിൽ ഈ 5 വർഷത്തിനകം എന്തു വികസനമുണ്ടായി? ഈ ചോദ്യങ്ങളാണ് LDFന്റെയും പ്രധാന തെരഞ്ഞെടുപ്പായുധം. ഇങ്ങനെ എണ്ണി പറഞ്ഞാൽ ഒരുപാട് മലപ്പുറം മണ്ഡലത്തിൻ്റെ അവഗണന ഈ 5 കൊല്ലക്കാലം മലപ്പുറത്തോട്, ജില്ലാ ആസ്ഥാനത്തെ മണ്ഡലത്തോട് തികഞ്ഞ അവഗണനയാണ് UDF ഗവൺമെൻറ് സ്വീകരിച്ചത്. അതിന് പ്രധാനമായും ലീഗിനകത്തെ പ്രശ്നങ്ങളൊക്കെ ചിലപ്പോൾ MLAയും മന്ത്രിമാരൊക്കെ തമ്മിലുള്ള പ്രശ്നങ്ങളൊക്കെ കാരണമായിട്ടുണ്ടാവും ഈ അവഗണനയ്ക്ക്. ഇപ്പോൾ റോഡ് തന്നെ എടുത്ത് പരിശോധിച്ചാൽ കലക്ടറുടെ ആസ്ഥാനവും ജില്ലയിലെ സർക്കാർ ഓഫീസുകളുടെ, ജില്ലാ തലവന്മാരുടെ ഓഫീസും ഉൾക്കൊള്ളുന്ന സിവിൽ സ്റ്റേഷൻ, ആ സിവിൽ സ്റ്റേഷനകത്തുള്ള റോഡുകളുടെ ഒരവസ്ഥയുണ്ട്. താൽക്കാലിക കെട്ടിടത്തിലെ വനിതാ കോളേജും റബ്ബറൈസ്ഡ് റോഡുകളും കുടിവെള്ള പദ്ധതികളും സമഗ്ര വിദ്യാഭ്യാസ പദ്ധതിയുമാണ് റിക്കാർഡ് ഭൂരിപക്ഷത്തിൽ നിയമസഭയിലെത്തിയ P. ഉബൈദുള്ള MLA മണ്ഡലത്തിലെ നേട്ടമായി ഉയർത്തിക്കാണിക്കുന്നത്. മലപ്പുറം ഗവൺമെൻറ് കോളേജ് ഉൾപ്പെടെ 80% പെൺകുട്ടികളാണ് പഠിക്കുന്നത്. അപ്പോൾ പെൺകുട്ടികളുടെ വിദ്യാഭ്യാസ സൗകര്യം വർദ്ധിപ്പിക്കണം എന്ന ഒരു ലക്ഷ്യത്തോടു കൂടിയാണ് ഇങ്ങനെ മലപ്പുറത്തൊരു വനിതാ കോളേജ് വേണം എന്ന ആവശ്യം ഉയർത്തിക്കൊണ്ടുവന്നത്. ഗവൺമെൻറ് അംഗീകരിച്ചു. വനിതാ കോളേജിൻ്റെ പ്രവർത്തനം താൽക്കാലിക കെട്ടിടത്തിൽ ആരംഭിച്ചു കഴിഞ്ഞു. രാഷ്ട്രീയം നോക്കാതെ വികസനം സാധ്യമാക്കി മലപ്പുറത്തിന്റെ മനം കവരാനായെന്ന വിശ്വാസവും MLAക്കുണ്ട്. എല്ലാ ജനപ്രതിനിധികളെയും വിശ്വാസത്തിലെടുത്ത് എല്ലാവരുടെയും പങ്കാളിത്തത്തോടുകൂടി വികസന പ്രവർത്തനം നടത്താൻ കഴിഞ്ഞു എന്നതാണ് എൻ്റെ ഒരു വിശ്വാസം. പൂർണ്ണമായും എല്ലാ വികസനവും തീർന്നു എന്ന് പറയാൻ കഴിയില്ല. അങ്ങനെയാണെങ്കിൽ നീ അടുത്തൊരു ഇലക്ഷനും കാര്യമൊന്നും വേണ്ടല്ലോ. അതൊക്കെ ഉണ്ടാവും, ബാക്കിയുള്ള വികസന പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകും. എന്നാൽ പോലും പ്രധാനപ്പെട്ട എല്ലാ വികസന പ്രശ്നങ്ങളും വികസന പ്രവർത്തനങ്ങളും ഒന്നുകിൽ തുടക്കം കുറിക്കാനോ അല്ലെങ്കിൽ പരിപൂർണമായും പൂർത്തീകരിക്കാനോ കഴിഞ്ഞിട്ടുണ്ട് എന്നതാണ് എൻ്റെ വിശ്വാസം. ഖായിദെ മില്ലത്തും ബാഫക്കി തങ്ങളും ശിഹാബ് തങ്ങളും തേരോട്ടം നടത്തിയ 70% മുസ്ലിം വോട്ടർമാരുള്ള മണ്ഡലം ഭദ്രമായിരിക്കുമെന്ന ഉറപ്പിലാണ് ലീഗ് നേതൃത്വം. ഈ കോട്ടയിൽ ചെങ്കൊടി പാറിക്കുക എന്ന ചരിത്ര ദൗത്യവും ഇടതുപക്ഷത്തിനുണ്ട്. മലപ്പുറത്തു നിന്നും ക്യാമറാമാൻ ജയേഷ് വില്ലോടിക്കൊപ്പം KT സ്വാലിഹ്. മലപ്പുറത്തിന് ഒരു ചരിത്രവും ഉണ്ടാകും. സ്വാലിഹിലേക്ക്. പിറന്ന നാൾ തൊട്ട് പച്ചക്കൊടി മാത്രം പാറിയ മണ്ഡലമാണ് മലപ്പുറം. 1957 കന്നി അംഗത്തിലൊഴിച്ച് 10,000-ൽ കുറഞ്ഞ ഭൂരിപക്ഷത്തിൽ ആരും മലപ്പുറത്ത് നിന്ന് നിയമസഭയിലെത്തിയിട്ടില്ല. 2011 സംസ്ഥാനത്തെ ഏറ്റവും ഉയർന്ന ഭൂരിപക്ഷമാണ് P. ഉബൈദുള്ളക്ക് മലപ്പുറം നൽകിയത്. ആ ചരിത്രത്തിൻ്റെ രാഷ്ട്രീയവും അതോടൊപ്പം തന്നെ യാഥാർത്ഥ്യബോധവും സ്വാലിഹിന്റെ റിപ്പോർട്ട് വ്യക്തമാക്കും. 1957 K. ഹസൻ ഗനി മുതൽ 2011 P. ഉബൈദുള്ള വരെ നീണ്ടു നിൽക്കുന്നു പച്ചയുടെ പട്ടിക. മണ്ഡലത്തിലെ കന്നി അംഗത്തിൽ ഹസൻ ഗനിയുടെ ഭൂരിപക്ഷം 4,971 വോട്ടുകൾ. അവിടെ നിന്നിങ്ങോട്ട് 10,000-ൽ കുറഞ്ഞ ഭൂരിപക്ഷത്തിൽ മലപ്പുറത്ത് നിന്ന് ആരും നിയമസഭയിലേക്ക് പോയിട്ടില്ല. സ്വാതന്ത്ര്യ സമരത്തിന് വേണ്ടി നിരവധി വ്യക്തികൾ ജീവത്യാഗം സഹിച്ച ഒരു നിയമസഭാ മണ്ഡലം കൂടിയാണ് മലപ്പുറം മണ്ഡലം. അപ്പോൾ അവരുടെയൊക്കെ പാരമ്പര്യം, പ്രത്യേകിച്ച് പാണക്കാട് കുടുംബം ഈ നിയമസഭാ മണ്ഡലത്തിലാണ്. പൂക്കോയ തങ്ങൾ, പ്രിയപ്പെട്ട സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ, അതുപോലെ തന്നെ ഇപ്പോൾ ലീഗിൻ്റെ നേതൃത്വം വഹിക്കുന്ന ഹൈദരലി ശിഹാബ് തങ്ങൾ, പാർട്ടിയുടെ ജില്ലാ സാരഥി സാദിഖ് അലി ശിഹാബ് തങ്ങൾ, ഇവരൊക്കെ തന്നെ ഈ നിയമസഭാ മണ്ഡലത്തിലാണ്. അവരുടെ ഒരു ഉപദേശം, അവരുടെ നിർദ്ദേശം, അവരുടെ പ്രവർത്തന മണ്ഡലം അതാവുമ്പോൾ പ്രത്യേകിച്ചും ഇതിൻ്റെ എല്ലാ പ്രവർത്തനങ്ങൾക്കും ആക്കം കൂട്ടും. അവരെ സ്നേഹിക്കുകയും അവരുടെ നിർദ്ദേശങ്ങൾ ഗ്രഹിക്കുകയും അവരുടെ നിർദ്ദേശങ്ങൾക്കനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഒരു ജനതയാണ് ഇവിടെയൊക്കെ ജീവിക്കുന്നത്. ബാബരി മസ്ജിദ് തകർത്തതിനു ശേഷം രാജ്യമാകെ കോൺഗ്രസ് വിരുദ്ധ വികാരം അലയടിച്ചപ്പോഴും UDFന് ഈ പച്ചക്കോട്ട ഭദ്രമായിരുന്നു. എന്തിന് 2006 ഐസ്ക്രീം പാർലർ വിവാദകാലത്ത് ലീഗിന്റെ ഉരുക്കുകോട്ടകൾ കടപുഴകി വീണപ്പോഴും മലപ്പുറം പച്ചപുതച്ചു തന്നെ നിന്നു. അന്ന് കുഞ്ഞാലിക്കുട്ടിയും മുനീറും ഈട്ടിയുമെല്ലാം വിശ്വസ്ത മണ്ഡലങ്ങളിൽ ദയനീയമായി തോറ്റപ്പോൾ
എം ഉമ്മറിന് മലപ്പുറം നൽകിയത് 36,071 വോട്ടിന്റെ ഭൂരിപക്ഷം. 2011 പി ഉബൈദുള്ള ജയിച്ചത് 44,508 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ. ജനതാദൾ എസിലെ മഠത്തിൽ സാദിഖലിയായിരുന്നു എതിരാളി. സംസ്ഥാനത്തെ ഏറ്റവും ഉയർന്ന ഈ ഭൂരിപക്ഷം മണ്ഡലത്തിലെ റെക്കോർഡുമായിരുന്നു. CH-ഉം ചാക്കീരിയും UA ബീരാനും കുഞ്ഞാലിക്കുട്ടിയും മുനീറുമെല്ലാം മെയ്യനങ്ങാതെ മലപ്പുറത്ത് നിന്ന് ജയിച്ചിട്ടുണ്ട്. മണ്ഡലത്തിൽ ഉൾപ്പെടുന്ന മലപ്പുറം നഗരസഭയിലും പൂക്കോട്ടൂർ, ആനക്കയം, കോഡൂർ, മൊറയൂർ, പുൽപ്പറ്റ പഞ്ചായത്തുകളിലും ലീഗിന് മൃഗീയ ഭൂരിപക്ഷമുണ്ട്. മമ്പുറം തങ്ങളും ആലിമുസ്ലിയാരും വാരിയും കുന്നത്തും ഉഴുതുമറിച്ച മലപ്പുറത്തിന്റെ മണ്ണ് രണ്ടാമതൊന്ന് ചിന്തിച്ചിട്ടേയില്ലെന്നതാണ് ചരിത്രം. മലപ്പുറത്ത് നിന്നും ക്യാമറാമാൻ ജയേഷ് വില്ലോടിക്കൊപ്പം KT സ്വാലിഹ്. 2016 തെരഞ്ഞെടുപ്പിനെ കുറിച്ച് പറയുമ്പോൾ 2015 തെരഞ്ഞെടുപ്പ്, തദ്ദേശ തെരഞ്ഞെടുപ്പ് അപ്രസക്തമാക്കാൻ കഴിയില്ല. സ്വാലിഹിലേക്ക്. ഒരു നഗരസഭയും 5 പഞ്ചായത്തുകളും ഉൾപ്പെടുന്ന മലപ്പുറം നിയോജക മണ്ഡലത്തിൽ എല്ലായിടത്തും UDF-നാണ് മേൽക്കൈ. ഈ കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ 37,000 വോട്ടിന്റെ ഭൂരിപക്ഷം മണ്ഡലത്തിൽ UDF-നുണ്ട്. കണക്കുകൾക്ക് 2016 വ്യക്തമായ ഉത്തരം ഉണ്ടാകേണ്ടതുണ്ട്. മലപ്പുറം നഗരസഭയും ആനക്കയം, പൂക്കോട്ടൂർ, പുൽപ്പറ്റ, കോഡൂർ, മൊറയൂർ പഞ്ചായത്തുകളുമാണ് ഈ മണ്ഡലത്തിലുള്ളത്. എല്ലായിടത്തും ലീഗ് ഭരണം. ഈ തലം വരെ ഇപ്പം ഇന്ന് കാണുന്ന ഈ പുരോഗതിയിലേക്ക് മലപ്പുറത്തെ കൈപിടിച്ച് ഉയർത്തിക്കൊണ്ടുവരുന്നതിൽ വളരെ പ്രധാനപ്പെട്ട പങ്ക് വഹിച്ച ഒരു രാഷ്ട്രീയ പാർട്ടിയാണ് മുസ്ലിം ലീഗ്. അതെല്ലാവരും സമ്മതിക്കുന്ന ഒരു കാര്യമാണ്. അതിന് ജനപ്രതിനിധികൾ എന്നുള്ള നിലക്ക് നിയമസഭാ മണ്ഡലത്തിലെ MLA-മാർ കാലാകാലങ്ങളിൽ വന്നിട്ടുള്ളപ്പോൾ ഈവൻ PK ഇപ്പോൾ നിയമസഭാ പാർട്ടി ലീഡർ, നമ്മുടെ IT വ്യവസായ വകുപ്പ് മന്ത്രി കൂടിയായ കുഞ്ഞാലിക്കുട്ടി സാഹിബൊക്കെ ഈ മണ്ഡലത്തെ റെപ്രസെൻ്റ് ചെയ്തിട്ടുണ്ട്. ആ സന്ദർഭങ്ങളിലൊക്കെ ഒട്ടനവധി വികസന മുന്നേറ്റങ്ങൾ ഈ നിയമസഭാ മണ്ഡലത്തിൻ്റെ മൊത്തത്തിൽ ജില്ലയുടെ അവികസിതമായിട്ടുള്ള പിന്നോക്കാവസ്ഥ പരിഹരിക്കുന്ന കാര്യത്തിൽ അവരൊക്കെ വഹിച്ച പങ്ക് വളരെ വലുതാണ്. ഇപ്പോൾ കേരളത്തിൽ ഏറ്റവും കൂടുതൽ വോട്ടിന് ജയിച്ച നിയമസഭാ സാമാജികൻ ഈ മണ്ഡലത്തിൽ കഴിഞ്ഞ പ്രാവശ്യം മത്സരിച്ച ഉബൈദുള്ള സാഹിബ്. നഗരസഭയിലെ 40 വാർഡുകളിൽ 25-ലും UDF. ആനക്കയം പഞ്ചായത്തിൽ 23 വാർഡുകളിൽ 17-ഇടത്തും, പൂക്കോട്ടൂരിൽ 19-ൽ 15-ഇടത്തും, കോഡൂരിൽ 19-ൽ 12-ഇടത്തും, പുൽപ്പറ്റയിൽ 21-ൽ 12-ഇടത്തും UDF-നായിരുന്നു വിജയം. മൊറയൂരിൽ പ്രതിപക്ഷമില്ല. നഗരസഭയിലും 5 പഞ്ചായത്തുകളിലുമായി 37,000 വോട്ടിന്റെ ലീഡും UDF-നുണ്ട്. കോൺഗ്രസിന് ഈ മണ്ഡലത്തിൽ കാര്യമായ ഇടമില്ല. BJP, SDPI, വെൽഫെയർ പാർട്ടി തുടങ്ങിയവർക്ക് ഒരു വാർഡിൽ പോലും സ്വാധീനമുണ്ടാക്കാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല. ജില്ലയിലെ പല മേഖലകളിലും മുസ്ലിം ലീഗിന് വെല്ലുവിളി ഉയർത്തുന്ന സമസ്ത കാന്തപുരം വിഭാഗത്തിനും മലപ്പുറം മണ്ഡലത്തിൽ വേരോട്ടമില്ല. 1,66,747 വോട്ടർമാരുണ്ടായിരുന്ന മണ്ഡലത്തിൽ 10,969 പേർ വോട്ടർ പട്ടികയിൽ പേരു ചേർക്കാനായി അപേക്ഷയും നൽകിയിട്ടുണ്ട്. KT സ്വാലിഹ്, മലപ്പുറം. കോട്ടയം മണ്ഡലത്തെ സംബന്ധിച്ചിടത്തോളം 2011 തെരഞ്ഞെടുപ്പ് ചിത്രം പരിശോധിക്കുകയാണെങ്കിൽ പോൾ ചെയ്ത വോട്ട് 1,14,901. പോളിംഗ് ശതമാനം 77.64. 2011 കോട്ടയം മണ്ഡലത്തിൽ വിജയിച്ചത് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ. വോട്ട് 53,825. ഭൂരിപക്ഷം 711 വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ 2011 മണ്ഡലം സ്വന്തമാക്കിയത്. 2011 മത്സരിച്ച ഏറ്റവും പ്രമുഖരായ സ്ഥാനാർത്ഥികൾ VN വാസവൻ CPIM വോട്ട് 53,114. നാരായണൻ നമ്പൂതിരി BJP വോട്ട് 5,449. VS ഷാജൻ വോട്ട് 1,737. ഇതോടൊപ്പം പ്രമുഖർ VN വാസവനും അതോടൊപ്പം തന്നെ ഇവർ നേടിയ ശതമാനം തിരുവഞ്ചൂർ 46.84%, VN വാസവൻ 46.23%, നാരായണൻ നമ്പൂതിരി 4.74%, VS ഷാജൻ 1.51% വോട്ടും 2011 സ്വന്തമാക്കി. 2011 ഈ ചരിത്രത്തിൽ നിന്ന് 16 എത്തുമ്പോൾ മണ്ഡലം ഏതു വിധത്തിൽ ചിന്തിക്കുന്നു? TP പ്രശാന്തിലേക്ക്. സമകാലിക രാഷ്ട്രീയ സംഭവവികാസങ്ങളും സഭയും സമുദായങ്ങളും വിധി നിർണ്ണയിക്കുന്ന മണ്ഡലമാണ് കോട്ടയം. സീറ്റുകളുടെ എണ്ണം പോലും മാനദണ്ഡമായി കരുതുന്ന ഇന്നത്തെ സാഹചര്യത്തിൽ ഇവിടുത്തെ വിജയപരാജയങ്ങൾ സംസ്ഥാനത്തെ രാഷ്ട്രീയത്തിലെ പലരുടെയും അഭിമാന പ്രശ്നം തന്നെയാണ്. സംസ്ഥാനത്തുണ്ടായ ബാർക്കോഴ സോളാർ വിവാദങ്ങൾ, അവ സൃഷ്ടിച്ച ചലനങ്ങൾ, കാർഷിക മേഖലയിലെ പ്രതിസന്ധി, റബ്ബർ മേഖലയിലെ പ്രതിസന്ധി എന്നിവയെല്ലാം കോട്ടയം നിയമസഭാ മണ്ഡലത്തിലെ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കുമെന്ന് ഉറപ്പാണ്.
ഇത് വിവിധ മുന്നണികൾ നേതാക്കൾ ഏതു തരത്തിൽ ഈ റിപ്പോർട്ടിനോട് പ്രതികരിക്കും? ആ റിപ്പോർട്ടിലേക്ക്. നിയമസഭാ തെരഞ്ഞെടുപ്പിന് ഒരു വെളിപ്പാടകല നിൽക്കുമ്പോൾ കോട്ടയം അസംബ്ലി മണ്ഡലത്തിലെ വികസനവും അതിൻ്റെ യഥാർത്ഥ ശില്പികൾ ആര് എന്നതുമൊക്കെ ജനങ്ങൾക്കിടയിൽ ഏറെ ചർച്ചയാണ്. പാലങ്ങളും റോഡുകളുമാണ് വികസനത്തിൻ്റെ പ്രതീകങ്ങളെന്ന് കൊട്ടിഘോഷിക്കപ്പെടുമ്പോൾ പരമ്പരാഗത മേഖലയിലും കാർഷിക രംഗത്തും റബ്ബർ മേഖലയിലും രൂക്ഷമായ പ്രതിസന്ധി പരിഹരിക്കുന്നതിൽ സർക്കാരിന് സംഭവിച്ച വീഴ്ചകൾ കോട്ടയം നിയോജക മണ്ഡലത്തിലും പ്രതിഫലിക്കും. അതേസമയം കോട്ടയം അസംബ്ലി മണ്ഡലത്തിൽ കഴിഞ്ഞ 4.5 വർഷത്തിനുള്ളിൽ നിരവധി വികസന പ്രവർത്തനങ്ങൾ നടത്താൻ കഴിഞ്ഞുവെന്നാണ് മണ്ഡലത്തെ പ്രതിനിധീകരിക്കുന്ന തിരുവഞ്ചൂർ രാധാകൃഷ്ണന്റെ വിലയിരുത്തൽ. എനിക്ക് യഥാർത്ഥത്തിൽ തികഞ്ഞ സംതൃപ്തിയാണ്. ഈ നഗരത്തിൽ യഥാർത്ഥത്തിൽ 2 പ്രധാനപ്പെട്ട റോഡുകൾ ഉണ്ടായിരുന്നത്. ഒന്ന് KK റോഡും 2 MC. അപ്പോൾ നഗരത്തിലേക്ക് പുതിയ ആക്സസ് ഉണ്ടാകണം, നഗരത്തിന് പുതിയ ബൈപ്പാസ് ഉണ്ടാകണം. അതിന് ഞങ്ങൾ വട്ടമൂട് പാലം അത് പണി പൂർത്തിയായി കഴിഞ്ഞു. ഇനിയിപ്പോൾ റോഡിൻ്റെ ചെറിയ ഫോർമേഷൻ സംബന്ധിച്ചുള്ള അവസാനത്തെ പണികൾ മാത്രമേ അവശേഷിക്കത്തുള്ളൂ. ഈ നഗരത്തിൻ്റെ 2 പ്രധാനപ്പെട്ട സ്ഥലങ്ങളിൽ ട്രെയിൻ പോകുന്ന സന്ദർഭത്തിൽ അങ്ങോട്ടും വേണ്ടി ഇങ്ങോട്ടും വരാം. അതാണ് ഒന്ന് കുമാരനെല്ലൂരായിരുന്നു. അതിദീർഘകാലം മുതൽ കുമാരനെല്ലൂർ മേൽപ്പാലം വേണമെന്നുള്ള ആ നാട്ടിലെ ജനങ്ങളുടെ ഒരു പൊതു ആവശ്യമായിരുന്നു. അതുകൊണ്ട് അവിടുത്തെ മേൽപ്പാലം പണി പൂർത്തിയാക്കി. മൂല്യയുടെ മേൽപ്പാലം അത് പൂർത്തിയാക്കി. അത് ഇനി അവശേഷിക്കുന്ന 2-3 പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ട്. ഒന്ന് കഞ്ഞിക്കുഴിയിൽ വലിയ ട്രാഫിക് ബ്ലോക്കാണ്. അപ്പോൾ മേൽപ്പാലം എന്നുള്ള നിലയിൽ ഞങ്ങൾ തീരുമാനിച്ചു. അതോടൊപ്പം നമ്മളുടെ സെൻട്രൽ ജംഗ്ഷനിൽ സ്കൈവോക്കിൻ്റെ ഒരു സ്കീം കൊണ്ടുവന്നു. ഈ നഗരത്തിൽ യഥാർത്ഥത്തിൽ പണ്ട് മുതലേ ജനങ്ങളുടെ ഏറ്റവും വലിയൊരു ആഗ്രഹമായിരുന്നു ഇൻഡോർ സ്റ്റേഡിയം. ഏറെക്കുറെ പൂർത്തീകരിച്ച് ഒരു 80% അതിൻ്റെ പണികൾ പൂർത്തിയായിരിക്കുക. ഇവിടെ ചിങ്ങവനത്ത് ഇലക്ട്രോ കെമിക്കൽസിൻ്റെ വക ഭൂമി, അവിടെ ഒരു ദേശീയ തലത്തിൽ അംഗീകാരം കിട്ടത്തക്ക വിധത്തിൽ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട്, സ്പോർട്സ് ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥാപിക്കാൻ തീരുമാനം ക്യാബിനറ്റ് എടുത്തു. എന്നാൽ മുൻ MLA-യും CPIM നേതാവുമായ VN വാസവൻ ഇടതുഭരണകാലത്ത് തുടങ്ങിവെച്ച വികസന പദ്ധതികൾ പിന്നീട് പൂർത്തീകരിച്ചതിലൂടെ മുഴുവൻ ക്രെഡിറ്റും തട്ടിയെടുക്കാനാണ് തിരുവഞ്ചൂരിൻ്റെ ശ്രമമെന്നും LDF ആരോപിക്കുന്നു. CPIM കോട്ടയം അസംബ്ലി മണ്ഡലം സെക്രട്ടറി TR രഘുനാഥൻ. കോട്ടയം പട്ടണത്തിൽ ഇടത്തട്ടുകാരായ കുറേ ആളുകൾ ഉണ്ട് എന്നതൊഴിച്ചാൽ ബാക്കി സാധാരണക്കാരായ ആളുകളാണ് ഈ മുനിസിപ്പാലിറ്റിയുടെ വിവിധ പ്രദേശങ്ങളിൽ അഭ്യസിക്കുന്നത്. അവരുടെ ക്ഷേമം മുൻനിർത്തി യാതൊരുവിധ പദ്ധതിയും കഴിഞ്ഞ 4 വർഷക്കാലമായി കോട്ടയം മണ്ഡലത്തിൽ ഉണ്ടായിട്ടില്ല. കോട്ടയം പട്ടണം നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം ഗതാഗത കുരുക്കാണ്. മണിക്കൂറുകൾ വാഹനങ്ങൾ പെരുവഴിയിൽ കിടക്കേണ്ട സാഹചര്യമുണ്ടാകും. ഒരു പരിഹാരവും കഴിഞ്ഞ 4.5 വർഷക്കാലത്തിനിടയിൽ ഉണ്ടായിട്ടില്ല. മറ്റൊരു പ്രധാനപ്പെട്ട പ്രശ്നം മാലിന്യ പ്രശ്നമാണ്. മാലിന്യ പ്രശ്നം പരിഹരിക്കുന്ന ഒരു നടപടി പോലും കാര്യക്ഷമമായി നമ്മുടെ ഈ മണ്ഡലത്തിൽ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പിന്നെ പൊതുവിൽ 1-2 റോഡുകളുടെ കാര്യം പറയുമ്പോൾ ഉൾറോഡുകളെല്ലാം പൊളിഞ്ഞു കിടക്കുകയാണ്. ഇപ്പോൾ KSTP വർക്ക് പോലെയുള്ള പ്രമുഖമായ ചില വർക്കുകൾ അതിൻ്റെ ഭാഗമായിട്ടുള്ള റോഡ് ഉണ്ടായതൊഴിച്ചാൽ ഈ മുനിസിപ്പാലിറ്റിയുടെയും ഈ പഞ്ചായത്തിൻ്റെയും പ്രാന്തപ്രദേശങ്ങളിലുള്ള റോഡുകൾ പൊട്ടിപ്പൊളിഞ്ഞു കിടക്കുന്നു എന്നത് ഒരു യാഥാർത്ഥ്യമാണ്. അത് പരിഹരിക്കാൻ ആഭ്യന്തരമന്ത്രിയായിരുന്നു, റവന്യൂ വകുപ്പ് കൈകാര്യം ചെയ്ത മന്ത്രിയാണ്. ആ മന്ത്രിക്ക് കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് പൊതുവിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് പറയാനുള്ളത്. ഈ മണ്ഡലത്തിൽ പാലങ്ങളുടെ കാര്യമെടുത്തു കഴിഞ്ഞാൽ VN വാസവൻ MLA ആയിരുന്ന കാലയളവിൽ ഒട്ടേറെ പദ്ധതികൾ കോട്ടയം മണ്ഡലത്തിൽ ആവിഷ്കരിക്കുകയും നടപ്പാക്കാൻ ശ്രമിക്കുകയും ചെയ്തു, പലതും നടപ്പാക്കുകയും ചെയ്തു. അത്തരം പാലങ്ങൾ, വട്ടമൂട് പാലം, ഇതൊക്കെ തിരുവഞ്ചൂരിൻ്റെ നേട്ടമായിട്ട് അവകാശപ്പെടുമ്പോൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ്റാണ് അതിന് ഫണ്ട് അനുവദിക്കുകയും ബഡ്ജറ്റ് സാക്ഷ്യം നൽകുകയും ഈ പാലം ആരംഭിക്കാനുള്ള നടപടിക്രമങ്ങൾ ആരംഭിക്കുകയും ചെയ്തു. തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ കഞ്ഞിക്കുഴി ഫ്ലൈ ഓവർ വലിയ പ്രഖ്യാപനമായിട്ട് പറഞ്ഞതാണ്, പക്ഷെ ഒന്നും നടന്നില്ല. വികസനം എന്ന് പറയുന്നത് ആളുകൾക്ക് വരുമാനം അവരുടെ കൈകളിൽ എത്തുവാൻ കഴിയുന്ന വിധത്തിലുള്ള വികസനം എന്ന് പറഞ്ഞാൽ തൊഴിൽ മേഖല. ഈ 5 വർഷത്തിനിടയിൽ കോട്ടയം മണ്ഡലത്തിൽ ഒരു ആൾക്ക് പോലും തൊഴിൽ ലഭിക്കുന്ന ഒരു സംരംഭവും കൊണ്ടുവന്നിട്ടില്ല. നമ്മുടെ ഇവിടുത്തെ ഒരു പൊതുമേഖലാ സ്ഥാപനമാണ് ട്രാവൻകൂർ സിമെൻസ് എന്ന് പറയുന്നത്. അത് വലിയ തകർച്ച നേരിട്ടുകൊണ്ടിരിക്കുകയാണ്, വലിയ നഷ്ടത്തിൽ കൂപ്പുകുത്തി കിടക്കുകയാണ്. ഒരു നടപടിക്രമവും ഒന്ന് തിരിഞ്ഞു നോക്കാനോ
ശ്രദ്ധിക്കാനോ ഈ എം എൽ എ തയ്യാറായിട്ടില്ല. ഇടതുപക്ഷ മുന്നണിയുടെ പ്രതിനിധി ഉണ്ടായാൽ തീർച്ചയായും വലിയ മാറ്റം കഴിഞ്ഞ കാലങ്ങളിൽ എന്നുള്ളതുപോലെ കോട്ടയം മണ്ഡലത്തിലുണ്ടാകും. ഇനിയുള്ള ദിവസങ്ങളിൽ വികസനവും വിവാദ വിഷയങ്ങളുമെല്ലാം കോട്ടയത്തിൻ്റെ തെരഞ്ഞെടുപ്പ് അങ്കത്തട്ടിൽ ഏറെ ചർച്ചകൾക്ക് വഴിയൊരുക്കും. മാറിമറിയുന്ന രാഷ്ട്രീയ സാഹചര്യങ്ങളിൽ കോട്ടയത്ത് വിജയം മാത്രമാണ് ഇരു മുന്നണികളുടെയും ലക്ഷ്യം. ഇതിനായുള്ള ഒരുക്കങ്ങൾ ഇടതുമുന്നണിയും ഐക്യമുന്നണിയും തുടങ്ങിക്കഴിഞ്ഞു. കോട്ടയത്ത് നിന്നും ക്യാമറാമാൻ സാംജിത് ആർപ്പൂക്കരയ്ക്കൊപ്പം TP പ്രശാന്ത്. രാഷ്ട്രീയ കേരളം ഓരോ ദിവസവും തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് എങ്ങനെ ചിന്തിക്കുന്നു, അതോടൊപ്പം തന്നെ മണ്ഡലങ്ങൾ വരുന്ന തെരഞ്ഞെടുപ്പിനെ ഏതു തരത്തിലാണ് കാണുകയും സ്വീകരിക്കുകയും ചെയ്യുക. ഓരോ ദിവസത്തെ തെരഞ്ഞെടുപ്പ് സമഗ്ര വിശേഷങ്ങളുമായി നാളെ വീണ്ടും ഇതേ സമയം ഈ തത്സമയ തെരഞ്ഞെടുപ്പ് വാർത്താ പരിപാടി.